Good morning to all. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഓപ്പറേറ്റർ എന്നും അതിൽ തന്നെ പ്രത്യേകിച്ച് ഹെർമീഷ്യൻ ഓപ്പറേറ്ററുകൾ എന്താണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമ്മളവിടെ പറഞ്ഞിരുന്നു ഒരു ഓപ്പറേറ്റർ എ എന്ന് പറയുന്നത് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എ ഡാഗർ ഈസ് ഈക്വൽ ടു എ ആവണം. ഓക്കെ, എ ഡാഗർ ഈക്വൽ ടു എ ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഒരു ഓപ്പറേറ്റർ ഹെർമീഷ്യൻ ആവാനുള്ള കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞത് ഇൻ്റഗ്രൽ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ integral minus infinity to plus infinity some psi star a phi dx is equal to integral minus infinity to plus infinity this a psi whole star phi dx is equal to integral minus infinity to plus infinity this phi star a psi dx whole star. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇതിനെ നമ്മൾ ഡിറാക് നൊട്ടേഷനിൽ എഴുതി കഴിഞ്ഞാൽ സൈ എ ഫൈ ഇസ് ഈക്വൽ ടു എ സൈ ഫൈ ഇസ് ഈക്വൽ ടു ഫൈ എ സൈ ഹോൾ സ്റ്റാർ ആയിരിക്കും. അപ്പോൾ ഈ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്പറേറ്ററുകളെയാണ് നമ്മൾ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നു പറഞ്ഞു. അപ്പോൾ നമുക്കിനി ഉള്ളത് ഈ ഹെർമീഷ്യൻ ഓപ്പറേറ്ററുകളുമായി ബന്ധപ്പെട്ട് രണ്ട് തിയറംസ് ആണ്. ഓക്കെ, സോ നമ്മുടെ ആദ്യത്തെ തിയറം 1 എന്ന് പറയുന്നത് ഇതാണ്. ദ ഐഗൺ വാല്യൂസ് ഓഫ് എ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആർ റിയൽ. ഓക്കെ, ദി ഐഗൺ വാല്യൂസ് ഓഫ് എ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ operators are real. The eigenvalues of Hermitian operators are real എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും? സോ വി ആർ കൺസിഡറിങ് എ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എ. സോ കൺസിഡർ എ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. It will be a cap, and if this a cap acts on some psi n എന്ന് പറയുന്ന ഒരു ഐഗൺ സ്റ്റേറ്റിൽ ഇത് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റ് ദിസ് ഗീവ്സ് ഐഗൺ വാല്യൂ സ്മോൾ എ എൻ വിത്ത് ഐഗൺ സ്റ്റേറ്റ് psi n. ഈ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഐഗൺ വാല്യൂ ഇക്വേഷനാണ്. ഓക്കെ, എ ആക്ടിങ് ഓൺ psi n ഇസ് ഈക്വൽ ടു എ എൻ psi n. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇഫ് എ psi n ഇസ് ഈക്വൽ ടു എ എൻ psi n, ദെൻ എന്തായിരിക്കും സം psi n എ psi n. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, ഇവിടെ എന്താണ് ഇതിൻ്റെ അർത്ഥം? ആദ്യം ഈ എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഈ psi n എന്ന് പറയുന്ന കെറ്റിന് മുകളിൽ ആക്ട് ചെയ്യുന്നു. അപ്പം നമുക്കറിയാം എ ആക്ടിങ് ഓൺ psi n എന്ന് പറയുന്ന ഇവിടെ എ എൻ psi n ആണെന്നുണ്ട്. സോ ദിസ് ഗീവ്സ് psi n, എ ആക്ടിങ് ഓൺ psi n ഗീവ്സ് ദിസ് എ എൻ psi n ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഈ എ എൻ psi n എന്ന് പറയുന്നൊരു കെറ്റ് വെക്ടറാണ്. അപ്പോൾ ഒരു കെറ്റ് വെക്ടറിൽ നിന്നും നമ്മളൊരു സ്കെയിലാറിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ അത് ആ സ്കെയിലാർ തന്നെയായിട്ടാണ് വരിക. ഓക്കെ, ദാറ്റ് ഈസ് എ എൻ. സോ ദിസ് ഈസ് ഈക്വൽ ടു എ എൻ വിത്ത് psi n എന്ന് വരും. നമുക്കറിയാം ഇഫ് ദിസ് psi n ഈസ് നോർമലൈസ്ഡ്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന psi n എന്ന് പറയുന്നത് നോർമലൈസ്ഡ് ആണെങ്കിൽ psi n വിത്ത് psi n എന്ന് പറയുന്നത് എന്തായിരിക്കും? ദിസ് വിൽ ബി 1 ആയിരിക്കും. ദെർഫോർ നമുക്കിവിടെ psi n a psi n is equal to a n ആണെന്ന് കിട്ടുന്നു. ഓക്കെ, psi n a psi n is equal to a n ആണ്. ഇനി ഇവിടെ നമുക്കറിയാം ഒരു ഓപ്പറേറ്റർ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആവാനുള്ള കണ്ടീഷൻ നമ്മളിവിടെ ഡിറാക് ഫോമിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. psi a phi is equal to a psi phi. നമ്മളിവിടെ ഈ സൈക്കും ഫൈ എന്ന് പറയുന്ന രണ്ട് ഡിഫറൻറ്റ് സ്റ്റേറ്റുകളാണ് എടുത്തത്. പക്ഷെ നമ്മൾ ഈ കേസിൽ നമ്മൾ രണ്ടും സെയിം സ്റ്റേറ്റുകളായിട്ടാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇഫ് ബോത്ത് ആർ സൈ, ഈ രണ്ടും സൈ ആണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആവാനുള്ള കണ്ടീഷൻ എന്തായിരിക്കും? അതായത് ഇവിടെ സൈ എ സൈ ഇസ് ഈക്വൽ ടു എ സൈ സൈ എന്നാണ് വരേണ്ടത്. ഓക്കെ, ഫൈക്ക് പകരം ഞാൻ സൈ തന്നെ കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മളിവിടെ psi n a psi n എന്നാണ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഈ കിട്ടിയ psi n a psi n എന്തിനോട് ഈക്വൽ ആവണം? a psi n ഈക്വൽ ആയാൽ, അല്ലെങ്കിൽ a psi n എത്രയാണെന്ന് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നു അടുത്തതായിട്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഹിയർ ദിസ് a psi n എന്താണെന്ന് നോക്കും.
ഓക്കെ, നമുക്കറിയാം വെൻ എ ആക്ടിങ് ഓൺ സൈ എൻ, നമ്മൾ ആദ്യം പറഞ്ഞു അതെന്താണ് കിട്ടുക, ദിസ് ഈസ് എ എൻ സൈ എൻ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് എ എൻ സൈ എൻ വിത്ത് സൈ എൻ എന്ന് വരും. നമുക്കറിയാം ഇതെന്താണ്, ദിസ് ഈസ് എ ബ്രാ വെക്റ്റർ. ഒരു ബ്രാ വെക്റ്ററിൽ നിന്നും ഒരു സ്കെയിലാറിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ കോൺജുഗേറ്റ് ആയിട്ടാണ് വരിക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ദിസ് ഈസ് എ എൻ സ്റ്റാർ ഇൻറ്റു സൈ എൻ സൈ എൻ. സിൻസ് ദിസ് സൈ എൻ ഈസ് എ നോർമലൈസ്ഡ് സ്റ്റേറ്റ്, psi n with psi n will be 1 and this we will get a n star. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഇതാണ്, psi n a psi n is equal to a n ആണെന്നും അതേപോലെ a psi n എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി, a n സ്റ്റാർ ആണെന്ന് കിട്ടി. നമുക്കറിയാം സിൻസ് a is a ഹെർമീഷ്യൻ ഓപ്പറേറ്റർ, നമ്മൾ എന്താ എടുത്തത്, ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു a എങ്ങനെയുള്ളൊരു ഓപ്പറേറ്ററാണ്, ഒരു ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സിൻസ് എ ഈസ് എ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ, ഈ സൈ എൻ എ സൈ എൻ എന്തിനോട് ഈക്വൽ ആവണം, ദിസ് മസ്റ്റ് ബി ഈക്വൽ ടു എ സൈ എന്നിനോട് ഈക്വൽ ആവണം. എന്ന് വെച്ചാൽ ദിസ് ഇംപ്ലൈസ് എ എൻ ഈസ് ഈക്വൽ ടു എ എൻ സ്റ്റാർ. സോ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി അതിൻ്റെ കോൺജുഗേറ്റിനോട് ഈക്വൽ ആവണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ദിസ് ഇംപ്ലൈസ് എ എൻ ഈസ് എ റിയൽ നമ്പർ ഓർ എ റിയൽ ക്വാണ്ടിറ്റി. സോ നമുക്ക് എന്ത് പറയാം, ഇവിടെ നമുക്ക് എന്താ കിട്ടിയപ്പോൾ, therefore the eigenvalue of a Hermitian operator, is real. ഒരു ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വാല്യൂ റിയൽ ആണ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഹെർമീഷ്യൻ ഓപ്പറേറ്ററുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ തിയറം എന്ന് പറയുന്നത്. നമ്മൾ നെക്സ്റ്റ് തിയറത്തിലേക്ക് പോകുന്നു. തിയറം നമ്പർ 2 എന്ന് പറയുന്നത് any two eigenfunctions of a Hermitian operator, that belongs to different eigenvalues, are orthogonal. Okay, any two eigenfunctions of a Hermitian operator. അപ്പോൾ നമ്മൾ ഒരു ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എടുക്കണം, രണ്ട് ഐഗൺ ഫംഗ്ഷൻസ് എടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഐഗൺ ഫംഗ്ഷൻ്റെയും ഐഗൺ വാല്യൂസ് ഡിഫറൻ്റ് ആണെങ്കിൽ ഈ ഐഗൺ ഫംഗ്ഷൻസ് എങ്ങനെയായിരിക്കും, ഓർത്തോഗണൽ ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്, ലെറ്റ് നമ്മൾ രണ്ട് ഐഗൺ ഫംഗ്ഷൻസ് എടുക്കുന്നു. ഒന്നിനെ സൈ എം എന്നും, let psi m and psi n be the eigenfunctions of a Hermitian operator A, with eigenvalues a m and a n respectively. With eigenvalues a m and a n respectively. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം, if this operator acts on the state vector psi m, we will get a m psi m, and if this operator a acts on state vector psi n, we will get a n psi n. Okay, ഒരു ഓപ്പറേറ്റർ വിത്ത് ഡിഫറെൻ്റ് ഐഗൺ ഫങ്ഷൻസ് ഹാവിങ് ഡിഫറെൻ്റ് ഐഗൺ വാല്യൂ, ഇതാണ് കേസ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, psi n a psi m, ഓക്കെ. നമുക്കറിയാം ഇഫ് ദിസ് എ ആക്ട്സ് ഓൺ psi m, നമുക്ക് എന്ത് കിട്ടും, എ എം psi m ആണ് കിട്ടുക. സോ ദിസ് വിൽ ബി psi n ഇൻറ്റു എ എം psi m, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു, ഇതൊരു കെറ്റ് വെക്ടർ ആണ്, ഇതിൽ നിന്ന് എ എമ്മിനെ പുറത്തേക്ക് എടുത്താൽ ദിസ് ഈസ് സിംപ്ലി എ എം ഇൻറ്റു psi n psi m എന്ന് കിട്ടും. നൗ എന്താണ് എ psi n psi m? What is a psi n psi m? A acting on psi n is a n psi n with psi m. This is a bra vector. ഇതിൽ നിന്ന് ഞാൻ a n നെ പുറത്തേക്ക് എടുത്താൽ this will be a n star into psi n psi m. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്കറിയാം since a is Hermitian, ഏതൊക്കെ തമ്മിൽ ഈക്വൽ ആവണം, psi n a psi m should be equal to a psi n psi m ആയിരിക്കണം. എന്ന് വെച്ചാൽ ദിസ് ഇംപ്ലൈസ് a m ഇൻറ്റു psi n psi m is equal to
an star into psi n psi m ആയിരിക്കും. ഓക്കെ, ആൻഡ് ദിസ് ഇംപ്ലൈസ് ഞാൻ ഇതിനെല്ലാം കൂടി ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ടേമിനെ കൂടി ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്കിതിനെ എ എം മൈനസ് എ എൻ സ്റ്റാർ ഇൻറ്റു psi n psi എമ്മിനെ കോമൺ ആയിട്ട് എടുക്കാം. ദിസ് ഈസ് ഈക്വൽ ടു 0 ആണ് എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയത് എ എം മൈനസ് എ എൻ സ്റ്റാർ ഇൻറ്റു psi n psi m is equal to 0 എന്നാണ് കിട്ടിയത്. നമുക്കറിയാം ദ ഐഗൺ വാല്യൂ ഓഫ് എ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ, ദി ഐഗൺ വാല്യൂ ഓഫ് എ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ഈസ് റിയൽ. നമ്മളിതിൻ്റെ തൊട്ട് മുമ്പത്തെ തിയറത്തിൽ നമ്മൾ പ്രൂവ് ചെയ്തു. എന്ന് വെച്ചാൽ എ എൻ സ്റ്റാർ എന്തിനോട് ഈക്വൽ ആയിരിക്കും? എ എന്നിനോട് ഈക്വൽ ആയിരിക്കും. അതിൻ്റെ അർത്ഥം എ എം മൈനസ് എ എൻ psi n psi m is equal to 0 ആണ്. നമ്മളോട് തിയറത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എനി ടു ഐഗൺ ഫങ്ഷൻസ് ഓഫ് എ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ദാറ്റ് ബിലോങ്സ് ടു ഡിഫറെൻറ്റ് ഐഗൺ വാല്യൂസ്. ഡിഫറെൻറ്റ് ഐഗൺ വാല്യൂസ് ആണ് എന്ന് വെച്ചാൽ എ എം എന്ന് പറയുന്നത് സിൻസ് എ എം ഈസ് നോട്ട് ഈക്വൽ ടു എ എൻ, അത് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഐഗൺ വാല്യൂസ് ഡിഫറെൻ്റ് ആണ്, അത് സെയിം അല്ല. എന്ന് വെച്ചാൽ എ എമ്മും എ എന്നും തുല്യമല്ല. അപ്പോൾ എ എമ്മും എ എന്നും തുല്യമല്ല എങ്കിൽ ഈ എക്സ്പ്രഷൻ 0 ആവണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ദിസ് ഇംപ്ലൈസ് ദിസ് psi n psi m എന്തിനോട് ഈക്വൽ ആവണം? 0 ആവണം. psi n psi m 0 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദിസ് ഇംപ്ലൈസ് psi n ആൻഡ് psi m ആർ ഓർത്തോഗണൽ. രണ്ട് സ്റ്റേറ്റ് വെക്ടേഴ്സിൻ്റെ സ്കെയിലാർ പ്രോഡക്റ്റ് 0 ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദേ ആർ ഓർത്തോഗണൽ എന്നുള്ളതാണ്. ദാറ്റ് ഈസ് psi n ആൻഡ് psi m ആർ ഓർത്തോഗണൽ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇത് നമ്മുടെ ഹെർമീഷ്യൻ ഓപ്പറേറ്ററുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് തിയറംസ് ആണ്. നോ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഷോ ദാറ്റ് ദി എക്സ്പെക്റ്റേഷൻ വാല്യൂ of a Hermitian operator is real and that of an anti-Hermitian operator is imaginary. Okay, ഇപ്പോൾ എക്സ്പെക്റ്റേഷൻ വാല്യൂവിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ കൺസിഡർ എ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എ. ഓക്കെ, ഒരു ഓപ്പറേറ്റർ ഹെർമീഷ്യൻ ആവണം എന്നുണ്ടെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻസ് നമുക്കറിയാം അല്ലേ? നമ്മൾ ഇവിടുത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് psi എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് വെക്ടറാണ് എടുക്കുന്നത് എങ്കിൽ ഫോർ ദിസ് എ ടു ബി ഹെർമീഷ്യൻ എന്ത് സംഭവിക്കണം? psi a psi should be equal to a psi and this should be equal to psi a psi സ്റ്റാർ ആയിരിക്കണം. ഞാൻ നേരത്തെ ആദ്യത്തെ കേസിൽ നമ്മൾ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്തപ്പോൾ രണ്ട് ഡിഫറൻറ്റ് സ്റ്റേറ്റ് സൈയും ഫൈവാണ് എടുത്തത്. ഇഫ് ദേ ആർ ഓഫ് സെയിം സ്റ്റേറ്റ്, സൈ തന്നെ രണ്ട് സ്റ്റേറ്റും സെയിം സ്റ്റേറ്റുകളാണെങ്കിൽ ഫൈ ഉള്ളിടത്ത് സൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഒരു ഓപ്പറേറ്റർ എ എന്ന് പറയുന്നത് ഹെർമീഷ്യൻ ആവണമെന്നുണ്ടെങ്കിൽ psi a psi എന്തിനോട് ഈക്വൽ ആയിരിക്കണം? psi a psi സ്റ്റാറിനോട് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, നൗ എന്താണ് ഈ പറഞ്ഞ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത്? വാട്ട് ഈസ് ദിസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ? ഓക്കെ, സോ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ആൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് expectation value of an operator A is defined as psi a psi by psi ആണ്. and if psi is normalized ആണെങ്കിൽ ഡിനോമിനേറ്റർ 1 ആയിരിക്കും. അപ്പോൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് സിംപ്ലി psi a psi ആയിരിക്കും. നമുക്കറിയാം, ഫോർ ആൻ ഓപ്പറേറ്റർ എ ടു ബി ഹെർമീഷ്യൻ ദിസ് psi a psi ഷുഡ് ബി ഈക്വൽ ടു psi a psi കോൺജുഗേറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ psi a psi ഈക്വൽ ടു psi a കോൺജുഗേറ്റ് ആണ് എങ്കിൽ ദാറ്റ് ഈസ് ഇഫ് psi
A psi is equal to psi A psi star. This means what we are getting, this psi A psi എന്ന് പറയുന്നത് is a real number ആണ്. This will be a real number. കിട്ടുന്നത് ഒരു റിയൽ നമ്പർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ this implies expectation value of A is always real. ശരിയല്ലേ? കാരണം എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് psi A psi ആണ്. If this psi A psi is equal to psi A psi whole star, then this psi A psi will be real. That means the expectation value of A is always real if the operator is Hermitian. Now, ഒരു ആൻറ്റി ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആണെങ്കിൽ എന്താ കണ്ടീഷൻ? ഫോർ ആൻ ഓപ്പറേറ്റർ ടു ബി ആൻറ്റി ഹെർമീഷ്യൻ, ഫോർ ആൻ ഓപ്പറേറ്റർ ടു ബി ആൻറ്റി ഹെർമീഷ്യൻ അതെന്ത് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം? psi A psi is equal to minus of psi A psi കോൺജുഗേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം psi A psi is equal to minus psi A psi സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? psi A psi എന്ന് പറയുന്നത് ഈസ് ഇമാജിനറി ആണ്, ഈസ് ഇമാജിനറി. ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എ ഈസ് ഇമാജിനറി. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഓപ്പറേറ്റർ, കാരണം ഒരു നമ്പർ ഈക്വൽ ടു മൈനസ് ഓഫ് അതിൻ്റെ കോൺജുഗേറ്റ്, ഒരു നമ്പർ ഈക്വൽ ടു അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് കിട്ടിയാൽ അത് റിയൽ ആണ്. ഒരു നമ്പർ ഈക്വൽ ടു മൈനസ് ഓഫ് കോൺജുഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് ഇമാജിനറി ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദിസ് പ്രോബ്ലം. നൗ നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ്, വേറൊരു പ്രോബ്ലം. That is consider the states psi is equal to 9i phi 1 plus 2 phi 2 and some state vector chi is equal to minus I by root 2 phi 1 plus 1 by root 2 phi 2. Okay, where this phi 1 and phi 2 are orthonormal. Phi 1 and phi 2 are orthonormal. So question the first part, calculate psi chi and chi psi. Are they equal? Now question the second part, find the Hermitian conjugates of ket vector psi, ket vector chi, ket vector psi into bra vector chi and ket vector chi into bra vector psi. ഇതിൻ്റെയൊക്കെ ഹെർമീഷ്യൻ കോൺജുഗേറ്റുകളും കാണും. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? അപ്പോൾ നമുക്കറിയാം, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? കെറ്റ് വെക്റ്റർ psi തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 9i phi 1 പ്ലസ് 2 phi 2 ആണ്. അതേപോലെ കെറ്റ് വെക്റ്റർ chi എന്ന് പറയുന്നത് മൈനസ് i ബൈ റൂട്ട് 2 ഇൻറ്റു phi 1 പ്ലസ് 1 ബൈ റൂട്ട് 2 phi 2 ആണ്. അപ്പം ഞാനത് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് കടക്കുമ്പോൾ എനിക്ക് ആ ഫസ്റ്റ് പാർട്ടിൽ കെറ്റ് വെക്റ്റർ psi, കെറ്റ് വെക്റ്റർ chi, ബ്രാ വെക്റ്റർ chi, ബ്രാ വെക്റ്റർ psi ഒക്കെ ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് സോൾവ് ചെയ്യുമ്പോൾ ആദ്യം കെറ്റ് വെക്റ്റർ psi ഉണ്ടെങ്കിൽ എന്തായിരിക്കും ബ്രാ വെക്റ്റർ psi എന്ന് കണ്ടുപിടിക്കും. ബ്രാ വെക്റ്റർ psi കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് ആണ്. കെറ്റ് വെക്റ്റർ psiയുടെ ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് ആണ് ബ്രാ വെക്റ്റർ psi. എന്ന് വെച്ചാൽ ഇതെന്ത് വരും? മൈനസ് 9i കെറ്റ് phi 1 എന്താവും? ഇറ്റ് വിൽ ബിക്കം ബ്രാ വെക്റ്റർ phi 1 പ്ലസ് നെക്സ്റ്റ് ടേം വിൽ ബിക്കം 2 ഇൻറ്റു ബ്രാ വെക്റ്റർ phi 2 എന്നാവും. now ഇതേപോലെ ബ്രാ വെക്റ്റർ chi എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി i ബൈ റൂട്ട് 2 ഇൻറ്റു ബ്രാ വെക്റ്റർ phi 1 പ്ലസ് 1 ബൈ റൂട്ട് 2 ഇൻറ്റു ബ്രാ വെക്റ്റർ phi 2 ഉണ്ട്. ഓക്കെ, now ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും കെറ്റ് വെക്റ്റർ psi ഇൻറ്റു ബ്രാ വെക്റ്റർ chi എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് നമ്മുടെ കെറ്റ് വെക്റ്റർ chi എന്ന് പറയുന്നത് 9i phi 1 പ്ലസ് 2 phi 2 ആണ്. ഇത് മൾട്ടിപ്ലൈഡ് വിത്ത് എന്ത് വരും? ബ്രാ വെക്റ്റർ chi എന്ന് പറയുന്നത് i ബൈ റൂട്ട് 2
ബ്രാ വെക്റ്റർ ഫൈ 1 പ്ലസ് 1/√2 ബ്രാ വെക്റ്റർ ഫൈ 2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ മതി. ഫസ്റ്റ് ടൈം 9i ഇൻറ്റു i/√2. 9i ഇൻറ്റു i/√2 എന്ന് പറയുന്നത് 9i square. 9i square minus 1, that is minus 9/√2. So first term will be minus 9/√2 ket vector phi 1 into bra vector phi 1. Then അടുത്ത ടേം എന്താണ്? അടുത്തത് ഈ ഫസ്റ്റ് ടേമിനെ ഇവിടുത്തെ സെക്കൻഡ് ടേം കൊണ്ട് എക്സ്പാൻഡ് ചെയ്യുക. ദാറ്റ് ഈസ് പ്ലസ് 9i/√2 ഇൻറ്റു കെറ്റ് ഫൈ 1 വിത്ത് ബ്രാ വെക്റ്റർ ഫൈ 2. നൗ നെക്സ്റ്റ് ടേം വരുമ്പം ഈ ഇവിടുത്തെ സെക്കൻഡ് ടേമിനെ ഇവിടുത്തെ ഫസ്റ്റ് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് പ്ലസ് 2i/√2. 2i/√2 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഓക്കെ, ദാറ്റ് വിൽ ബി 2i/√2 ഇൻറ്റു കെറ്റ് വെക്റ്റർ ഫൈ 2 വിത്ത് ബ്രാ വെക്റ്റർ ഫൈ 1 പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 2/√2 ഇൻറ്റു ദിസ് കെറ്റ് വെക്റ്റർ phi 2 with bra vector phi 2 എന്ന് വരും. ഓക്കെ, സോ ദിസ് വിൽ ബി കോമൺ ആയിട്ട് നമുക്കൊരു 1/√2 പുറത്തേക്ക് എടുക്കാം. അങ്ങനെ 1/√2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം മൈനസ് 9 phi 1 പ്ലസ് i/√2. സോറി, √2 നമ്മൾ പുറത്തേക്ക് എടുത്തിരുന്നു. ദാറ്റ് ഈസ് പ്ലസ് 9i into phi 1 with phi 2 plus 2i phi 2 phi 1 plus 2 phi 2 phi 2 എന്ന് വരും. ഓക്കെ, ഇതിനെ നമുക്ക് ഫർദർ സിംപ്ലിഫൈ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇത് നമുക്ക് ഇവിടെ വരെ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇനി ഇതേപോലെ നമ്മളോട് അടുത്തത് ചോദിച്ചിരിക്കുന്നത് ആ ക്വസ്റ്റ്യനിൽ എന്താണ് കെറ്റ് വെക്റ്റർ കൈ ഇൻറ്റു ബ്രാ വെക്റ്റർ സൈ എന്നുള്ളതാണ്. കെറ്റ് വെക്റ്റർ കൈ ഇൻറ്റു ബ്രാ വെക്റ്റർ സൈ. ഇത് നമുക്ക് ഇതേപോലെ ചെയ്യാം, കാരണം നമ്മുടെ കയ്യിൽ കെറ്റ് വെക്റ്റർ കൈ ഉണ്ട്, അതേപോലെ തന്നെ ബ്രാ വെക്റ്റർ സൈയും നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ ആ പാർട്ട് നിങ്ങൾക്ക് ലീവ് ചെയ്യുന്നു. കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക ദിസ് വിൽ ബി 1/√2 ഇൻറ്റു മൈനസ് 9 phi 1. Here it will be phi 1. Next term is minus 2i. This will be phi 1 phi 2. Next term will be minus 9i phi 2 phi 1. Then last term will be plus 2 into phi 2 with phi 2. ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ നമുക്കിത് തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആർ ദേ ഈക്വൽ? നമുക്ക് മനസ്സിലാവും ദേ ആർ നോട്ട് ഈക്വൽ. ഇത് രണ്ടും ഡിഫറെൻറ്റ് ടേംസ് ആണ്. സോ കാരണം ഇതിൻ്റെ സെക്കൻഡ് ടേമും തേർഡ് ടേമുമാണ് ഡിഫറെൻ്റ് ആവുന്നത്. സോ ദേ ആർ നോട്ട് ഈക്വൽ എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളോട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ഹെർമീഷ്യൻ അഡ്ജോയിൻറ്റ് ഓഫ് ആദ്യത്തെ കെറ്റ് വെക്റ്റർ സൈ. കെറ്റ് വെക്റ്റർ സൈയുടെ ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ കെറ്റ് വെക്റ്റർ സൈയുടെ ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? ബ്രാ വെക്റ്റർ സൈ തന്നെയാണ്. ഈ ബ്രാ വെക്റ്റർ സൈ നമുക്ക് നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. അതെന്താണ്? മൈനസ് 9i phi 1 പ്ലസ് 2 phi 2 ആണെന്ന് നമുക്കറിയാം. അടുത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് ഓഫ് കെറ്റ് വെക്റ്റർ കൈ ആണ്. കെറ്റ് വെക്റ്റർ കൈയുടെ ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രാ വെക്റ്റർ കൈ ആയിരിക്കും. അതും നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് i/√2 ഇൻറ്റു ബ്രാ വെക്റ്റർ ഫൈ 2 ബ്രാ വെക്റ്റർ ഫൈ 1 i/√2 ഇൻറ്റു ബ്രാ വെക്റ്റർ ഫൈ 1 പ്ലസ് 1/√2 ഇൻറ്റു ബ്രാ വെക്റ്റർ ഫൈ 2 ആണ്. ഓക്കെ, ദെൻ നമ്മളോട് അതിൽ ചോദിച്ചിരിക്കുന്ന ഫൈൻഡ് ദ ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് ഓഫ് സൈ കൈ. ഇതിൻ്റെ ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇതിൻ്റെ ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് നമ്മൾ എങ്ങനെ കാണുന്നത്? ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ്റെ ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് കാണണമെങ്കിൽ ഫാക്ടേഴ്സ് റിവേഴ്സ് ചെയ്യണം. കെറ്റ് വെക്ടേഴ്സ് ഷുഡ് ബി റീപ്ലേസ്ഡ് വിത്ത് ബ്രാ വെക്ടേഴ്സ് ആൻഡ് ബ്രാ വെക്ടേഴ്സ് വിത്ത് കെറ്റ് വെക്ടേഴ്സ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് വരും? ബ്രാ വെക്റ്റർ കൈ എടുക്കുക, അതിനെ നമ്മൾ കെറ്റ് വെക്റ്റർ കൈ ആക്കിയിട്ട് എഴുതും. ദെൻ അടുത്തത് കെറ്റ് വെക്റ്റർ സൈ ആണ്, അതിനെ നമ്മൾ ബ്രാ വെക്റ്റർ സൈ ആക്കിയിട്ട് എഴുതും. സോ ദാറ്റ് ഈസ് കെറ്റ് വെക്റ്റർ കൈ ഇൻറ്റു ബ്രാ വെക്റ്റർ സൈ ആണ്.
എന്ത് ഇതിൻ്റെ ഹെർമീഷ്യൻ അഡ്ജോയിൻറ്റ്. ഇതും നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഓൾറെഡി ചെയ്തതാണ്, നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്, അത് നമുക്കറിയാം. നൗ അടുത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹെർമീഷ്യൻ അഡ്ജോയിൻറ്റ് ഓഫ് കെറ്റ് വെക്റ്റർ കൈ ഇൻറ്റു ബ്രാ വെക്റ്റർ സൈ. ഇതിൻ്റെ ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കാണാൻ എന്ത് ചെയ്യാം, ആദ്യം ബ്രാ വെക്റ്റർ സൈ എടുത്തിട്ട് അതിനെ കെറ്റ് വെക്റ്റർ സൈ ആക്കിയിട്ട് എഴുതുന്നു. ദെൻ കെറ്റ് വെക്റ്റർ കൈ എടുത്തിട്ട് അതിനെ ബ്രാ വെക്റ്റർ കൈ ആക്കുന്നു. ഇതും നമ്മൾ എന്താണ് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തതാണ്. ഓക്കെ, സോ നിങ്ങൾക്കത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മറ്റൊരു പ്രോബ്ലം, നെക്സ്റ്റ് വേറൊരു പ്രോബ്ലം ചെയ്യാം. ദാറ്റ് ഈസ് കൺസിഡർ എ സ്റ്റേറ്റ് psi is equal to 1 by root 2 phi 1 plus 1 by root 5 phi 2 plus 1 by root 10 phi 3, where this phi 1 comma phi 2 comma phi 3 are orthonormal eigenstates of an operator B such that if this B acts on the state phi n gives n square phi n. B acting on phi n gives n square phi n. Now the question is find the expectation value of B for this state psi. Okay, അപ്പോൾ നമുക്ക് കാണേണ്ടത് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ബി ആണ്. എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ബി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് സൈ ബി സൈ ഡിവൈഡഡ് ബൈ സൈ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കാണണം, സൈ വിത്ത് സൈ എത്രയാണെന്ന് കാണണം. ദെൻ സൈ ബി സൈ എത്രയാണെന്ന് കാണണം. അതിനെ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ബി നമുക്ക് കിട്ടും. ഓക്കെ, സോ അതിനായിട്ട് ഞാൻ ആദ്യം സൈ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് 1 by root 2 phi 1 plus 1 by root 5 phi 2 plus 1 by root 10 phi 3 എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ബ്രാ വെക്റ്റർ സൈ എന്ന് പറയുന്നത് 1 by root 2 ബ്രാ വെക്റ്റർ phi 1 plus 1 by root 5 ബ്രാ വെക്റ്റർ phi 2 plus 1 by root 10 ബ്രാ വെക്റ്റർ phi 3 എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് സൈ എന്ന് പറയുന്നത് എത്ര കിട്ടും? ദിസ് വിൽ ബി 1 by root 2 ബ്രാ വെക്റ്റർ phi 1 plus 1 by root 5 ബ്രാ വെക്റ്റർ phi 2 plus 1 by root 10 ബ്രാ വെക്റ്റർ phi 3. ഇത് ഇൻറ്റു കെറ്റ് വെക്റ്റർ, ദാറ്റ് ഈസ് 1 by root 2 കെറ്റ് വെക്റ്റർ phi 1 1 by root 5 കെറ്റ് വെക്റ്റർ phi 2 പ്ലസ് 1 by root 10 കെറ്റ് വെക്റ്റർ phi 3 എന്ന് കിട്ടും. ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്കിവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പം ഓരോന്നിനും 3 ടേം, അപ്പോൾ അതായത് ടോട്ടൽ 9 ടേംസ് വരും. അതിൽ തന്നെ നിങ്ങളോട് phi 1 phi 2 phi 3 ഓർത്തോ നോർമൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓർത്തോ നോർമൽ ആണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ phi 1 വിത്ത് phi 1 phi 2 വിത്ത് phi 2 phi 3 വിത്ത് phi 3 മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ബാക്കി എല്ലാ ടേംസും എന്തായി പോകും? 0 ആയി പോകും. എന്ന് വെച്ചാൽ ഞാൻ ബ്രാ വെക്റ്റർ phi 1 വിത്ത് കെറ്റ് വെക്റ്റർ phi 2 എടുത്തു കഴിഞ്ഞാൽ അത് 0 ആയിരിക്കും. ബ്രാ വെക്റ്റർ phi 1 വിത്ത് കെറ്റ് വെക്റ്റർ phi 3 എടുത്തു കഴിഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ phi 1 വിത്ത് phi 1 phi 2 വിത്ത് phi 2 phi 3 വിത്ത് phi 3 മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. സോ ആദ്യം ഞാൻ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 1 by root 2 ഇൻറ്റു 1 by root 2 ദാറ്റ് ഈസ് 1 by 2 എന്ത് വരും? phi 1 പ്ലസ് നെക്സ്റ്റ് ടേം ഈ സെക്കൻഡ് ടേം എടുക്കുന്നു. അല്ലാത്ത ടേമുകളൊക്കെ 0 ആയി പോകും. അതുകൊണ്ടാണ് ദാറ്റ് ഈസ് 1 by 5 ഇൻറ്റു phi 2 വിത്ത് phi 2 പ്ലസ് third term with this third term that will give 1 by 10 into phi 3 with phi 3. നമുക്കിവിടെ ഓർത്തോ നോർമൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർത്തോ നോർമൽ എന്ന് പറഞ്ഞാൽ ഓർത്തോഗണൽ ആണ്, നോർമലാണ്. സോ phi 1 വിത്ത് phi നോർമലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഈ 3 ടേമുകളും എന്തായിരിക്കും? ദിസ് വിൽ ബി 1 ആയിരിക്കും. സോ ദിസ് വിൽ ബി 1 by 2 പ്ലസ് 1 by 5 പ്ലസ് 1 by 10 ആണ്. ആൻഡ് ദിസ് വിൽ ബി 8 by 10 ആണ് നമുക്ക് കിട്ടും. അപ്പോൾ സൈ വിത്ത് സൈ എന്ന് പറയുന്നത് നമുക്ക് 8 by 10 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണാൻ ഒരു കാര്യം കൂടി വേണം. എന്താണ് സൈ ബി സൈ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ വാട്ട് ഈസ് ദിസ് സൈ ബി സൈ? അപ്പോൾ സൈ ബി സൈ കാണാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ബ്രാ വെക്റ്റർ സൈ എടുക്കുന്നു. ബ്രാ വെക്റ്റർ സൈ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് 1 by root 2 phi 1 പ്ലസ് 1 by root 5 phi 2
പ്ലസ് 1/√10 phi 3. ഓക്കെ, ഇതാണ് നമ്മുടെ ബ്രാ വെക്റ്റർ സൈ. ദെൻ നമ്മൾ നടുക്ക് എന്ത് ചെയ്യുന്നു? ഓപ്പറേറ്റർ ബി എഴുതുന്നു. നൗ വാട്ട് ഈസ് ദിസ് കെറ്റ് വെക്റ്റർ സൈ? കെറ്റ് വെക്റ്റർ സൈ എന്ന് പറയുന്നത് 1/√2 കെറ്റ് വെക്റ്റർ phi 1 പ്ലസ് 1/√5 കെറ്റ് വെക്റ്റർ phi 2 പ്ലസ് 1/√10 കെറ്റ് വെക്റ്റർ phi 3 എന്ന് കിട്ടും. ആൻഡ് ദിസ് വിൽ ബി എന്ത് വരും? ഫസ്റ്റ് ടൈം ഞാൻ അതുപോലെ എഴുതുന്നു. 1/√2 phi 1 പ്ലസ് 1/√5 phi 2 പ്ലസ് 1/√10 phi 3. ഓക്കെ, ദെൻ അടുത്തത് എന്താ ചെയ്യേണ്ടത്? ഈ ബി എന്ന് പറയുന്ന ഓപ്പറേറ്റർ കൊണ്ട് ഇതിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ടേം എന്ത് വരും? 1/√2 ഇൻറ്റു ബി ആക്ടിങ് ഓൺ phi 1 പ്ലസ് നെക്സ്റ്റ് ടേം 1/√5 ഇൻറ്റു ബി ആക്ടിങ് ഓൺ phi 2 പ്ലസ് 1/√10 ഇൻറ്റു ബി ആക്ടിങ് ഓൺ phi 3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദിസ് വിൽ ബി 1/√2 phi 1 പ്ലസ് 1/√5 phi 2 പ്ലസ് 1/√10 phi 3 എന്നാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ കൂടെ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. നമ്മളോട് ആദ്യം ക്വസ്റ്റ്യനിൽ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഫ് ബി ആക്ടിങ് ഓൺ phi n ഗീവ്സ് n സ്ക്വയർ phi n ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബി ആക്ടിങ് ഓൺ phi n വിൽ ഗീവ് n സ്ക്വയർ phi n. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ബി ആക്ടിങ് ഓൺ phi 1? ഇറ്റ് വിൽ ബി 1 സ്ക്വയർ phi 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? ദിസ് വിൽ ബി 1/√2 ഇൻറ്റു ബി ആക്ടിങ് ഓൺ phi 1 എന്ന് വെച്ചാൽ 1 ഇൻറ്റു phi 1 എന്ന് വെച്ചാൽ ദിസ് ഈസ് phi 1 പ്ലസ് 1/√5 ഇൻറ്റു ബി ആക്ടിങ് ഓൺ phi 2. ബി ആക്ടിങ് ഓൺ phi 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2ൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 4 phi 2. സോ നമുക്കിത് 4/√5 phi 2 എന്ന് കിട്ടും അടുത്ത ടേം. നെക്സ്റ്റ് ടേം ബി ആക്ടിങ് ഓൺ phi 3. ബി ആക്ടിങ് ഓൺ phi 3 എന്ന് പറയുന്നത് 9 phi 3 എന്ന് വരും. ദാറ്റ് ഈസ് ദിസ് വിൽ ബി 9/√10 phi 3 എന്ന് കിട്ടും. നൗ നമ്മൾ ഇതിനെയാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത്. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? നോർമലൈസ്ഡ് ആണ്. phi 1 phi 2 phi 3 നോർമലൈസ്ഡ് ആയതുകൊണ്ട് phi 1 വിത്ത് phi 1 phi 2 വിത്ത് phi 2 phi 3 വിത്ത് phi 3 എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ബാക്കി ടേംസ് ഒക്കെ 0. സോ phi 1 വിത്ത് phi 1 ഇതിനെ തമ്മിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1/√2 ഇൻറ്റു 1/√2 1/2 പ്ലസ് ദിസ് phi 1 വിത്ത് phi 1 എത്രയായി പോയിക്കോളും? 1 ആയി പോയിക്കോളും. സോ പ്ലസ് നൗ സെക്കൻഡ് ടേം വിത്ത് സെക്കൻഡ് ടേം എടുത്ത് കഴിയുമ്പോൾ 1/√5 ഇൻറ്റു 4/√5 എന്ന് പറയുന്നത് 4/5 എന്ന് വരും. phi 2 വിത്ത് phi 2 1 ആവും. പ്ലസ് 1/√10 phi 3 ഇതിനെ തമ്മിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ദിസ് വിൽ ഗെറ്റ് 9/10 ആൻഡ് ദിസ് phi 3 വിത്ത് phi 3 വിൽ ബി 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു 22 ഡിവൈഡഡ് ബൈ 10 എന്ന് നമുക്ക് കിട്ടും. 22/10. ഓക്കെ, അപ്പോൾ നമുക്ക് സൈ ബി സൈ എന്ന് പറയുന്നത് നമുക്ക് 22/10 ആണെന്ന് കിട്ടി. അതേപോലെ സൈ എന്ന് പറയുന്നത് നേരത്തെ തന്നെ നമുക്ക് 8/10 ആണെന്ന് കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ബി, ഓക്കെ, ദാറ്റ് ഈസ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ബി എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും? ദിസ് 22/10 ഡിവൈഡഡ് ബൈ 8/10 ആണെന്ന് കിട്ടും. എന്ന് വെച്ചാൽ ദിസ് വിൽ ബി 11/4 ആണെന്ന് കിട്ടും. Okay, so in this method we can calculate the expectation value of operator B. Okay, so now നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ചെക്ക് ചെയ്യുന്നു. നമ്മളൊരു ഓപ്പറേറ്റർ ഹെർമിഷൻ ആവാനുള്ള കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് study the hermiticity of the operators x cap, that is position operator, then another operator d by dx, then I d by dx. Okay, ഇതാണ് ഇത്രയും ഓപ്പറേറ്ററുകളുടെ ഹെർമിറ്റിസിറ്റി ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പറേറ്റർ ഹെർമിഷൻ ആണോ അല്ലയോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ ഈ പൊസിഷൻ ഓപ്പറേറ്റർ എടുക്കുന്നു. ദാറ്റ് ഈസ് സൈ എന്താണെന്ന് ചെക്ക് ചെയ്യുന്നു. വാട്ട് ഈസ് ദിസ് സൈ? ഇതിനെ നമ്മൾ ഇൻ്റഗ്രൽ ഫോമിലേക്ക് മാറ്റിയാൽ എന്താണ് ഇതിൻ്റെ മീനിങ്? ദിസ് വിൽ ബി ഇൻ്റഗ്രൽ -∞ ടു +∞ സൈ സ്റ്റാർ ഇൻറ്റു പൊസിഷൻ ഓപ്പറേറ്റർ എക്സ് തന്നെയാണ് സൈ ഡി എക്സ് എന്നുള്ളതാണ്. ദിസ് ഈസ് ഈക്വൽ ടു ഇതിനെ എനിക്ക് ഇൻ്റഗ്രൽ -∞ ടു +∞
വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി എഴുതാം, എക്സ് സൈ ഹോൾ സ്റ്റാർ സൈ ഡി എക്സ്. കാരണം എക്സിൻ്റെ കോഞ്ചുഗേറ്റ് എടുത്താൽ എക്സ് തന്നെയാണ് കിട്ടുക. അതുപോലെ തന്നെ അത് എക്സ് ആയതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ പൊസിഷൻ എവിടെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് സൈ ഹോൾ സ്റ്റാർ സൈ ഡി എക്സ്. ആൻഡ് ദിസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ഡിറാക് നൊട്ടേഷൻ ആസ് എക്സ് സൈ സൈ എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു ഓപ്പറേറ്റർ ഹെർമീഷ്യൻ ആവണമെങ്കിൽ നമ്മളെന്താ കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്? സൈ എ സൈ ഇസ് ഈക്വൽ ടു എ സൈ സൈ ആയി കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഹെർമീഷ്യൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് സൈ എക്സ് സൈ ഇസ് ഈക്വൽ ടു എക്സ് സൈ സൈ എന്നാണ് കിട്ടിയത്. ദിസ് ഇംപ്ലൈസ് പൊസിഷൻ ഓപ്പറേറ്റർ എക്സ് ഈസ് ഹെർമീഷ്യൻ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ഹെർമീഷ്യൻ ആണെന്ന് കിട്ടി. ഇനി ഇതേപോലെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഡി ബൈ ഡി എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഹെർമീഷ്യൻ ആണെന്ന് അറിയാൻ സൈ ഡി ബൈ ഡി എക്സ് സൈ നമ്മൾ എടുക്കും. എന്താണ് സൈ ഡി ബൈ ഡി എക്സ് സൈ? ഇതിനെ ഞാൻ ഇൻ്റഗ്രൽ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ദിസ് ഈസ് സൈ സ്റ്റാർ ഇൻറ്റു എന്ത് വരും? ഡി ബൈ ഡി എക്സ് ഓഫ് സൈ, ദാറ്റ് ഈസ് ഡി സൈ ബൈ ഡി എക്സ് ഇൻറ്റു ദിസ് ഇൻ്റഗ്രൽ ഡി എക്സ്. ഓക്കെ, ഞാൻ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ആണ്. സോ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് ഞാൻ സൈ സ്റ്റാറിനെ എടുക്കുന്നു. സോ ഫസ്റ്റ് ഫംഗ്ഷൻ സൈ സ്റ്റാർ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി സൈ ബൈ ഡി എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത സൈ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് വെച്ചാൽ ഡി സൈ സ്റ്റാർ ബൈ ഡി എക്സ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഡി സൈ ബൈ ഡി എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് സൈ എന്ന് കിട്ടും, ദാറ്റ് ഈസ് ഡി എക്സ്. നൗ ഈ ടേം എന്തായി പോകും? ദിസ് വിൽ ബി 0. So what is remaining? Remaining will be minus of integral minus infinity to plus infinity d psi star by dx into psi dx ആണ്. ഓക്കെ, ഈ ടേമിനെ ദാറ്റ് ഈസ് ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഇതാണ്. നമ്മൾ സൈ ഡി ബൈ ഡി എക്സ് സൈ ആണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമുക്ക് ഫൈനലി ഇപ്പോൾ ഇൻ്റഗ്രൽ സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഡി സൈ സ്റ്റാർ ബൈ ഡി എക്സ് സൈ ഡി എക്സ് എന്നാണ് കിട്ടിയത്. ഓക്കെ, ഇതിനെനിക്ക് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഡി ബൈ ഡി എക്സ് ഓഫ് സൈ സ്റ്റാർ ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ പറഞ്ഞ ഡിറാക് നൊട്ടേഷനിലേക്ക് വരുമ്പം മൈനസ് ഇവിടെയുണ്ട്. ഇതെന്ത് വരും? ദിസ് വിൽ ബി ഡി സൈ ബൈ ഡി എക്സ് ഓഫ് സൈ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയത് എന്താണ്? സൈ നമ്മളെടുത്ത ഓപ്പറേറ്റർ സൈ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ സൈ സൈ എന്നാണ് കിട്ടിയത്. ഇതിൻ്റെ അർത്ഥം എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ എങ്ങനെയായിരിക്കും എന്നാണ്? ആൻറ്റി ഹെർമീഷ്യൻ ആണെന്ന്. ദാറ്റ് ഈസ് ഹിയർ ഡി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഈസ് ആൻറ്റി ഹെർമീഷ്യൻ ആണ്. ഡി ബൈ ഡി എക്സ് ഈസ് ആൻ ആൻറ്റി ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. ഓക്കെ, നൗ അടുത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഐ ഡി ബൈ ഡി എക്സ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ആദ്യത്തെ പ്രോബ്ലത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന പൊസിഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഹെർമീഷ്യൻ ആണെന്ന് കിട്ടി. എന്ന് വെച്ചാൽ ഞാൻ എക്സ് ഡാഗർ എടുത്താൽ എനിക്ക് എന്ത് തന്നെ കിട്ടും? എക്സ് തന്നെ കിട്ടും എന്നുള്ളതാണ് മീനിങ്. രണ്ടാമത്തെ ഇതിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡി ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ആൻറ്റി ഹെർമീഷ്യൻ ആണ്. എന്ന് വെച്ചാൽ ഡി ബൈ ഡി എക്സ് ഹോൾ ഡാഗർ എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് ഡി ബൈ ഡി എക്സ് ആണെന്നാണ് കിട്ടിയത്. മൂന്നാമത്തെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഐ ഡി ബൈ ഡി എക്സ് ഹെർമീഷ്യൻ ആണോ ആൻറ്റി ഹെർമീഷ്യൻ ആണെന്നാണ്. അപ്പോൾ ഐ ഡി ബൈ ഡി എക്സ് ഹെർമീഷ്യൻ ആണോ ആൻറ്റി ഹെർമീഷ്യൻ ആണോ എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? ഐ ഡി ബൈ ഡി എക്സിൻ്റെ ഹോൾ ഡാഗർ എടുക്കുക. നമുക്ക് ഓൾറെഡി ഡി ബൈ ഡി എക്സിൻ്റെ ഡാഗർ മൈനസ് ഡി ബൈ ഡി എക്സ് ആണെന്ന് ഇവിടെ ഉണ്ട്. ഐയുടെ ഡാഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് ഐ എന്ന് കിട്ടും. ഡി ബൈ ഡി എക്സിൻ്റെ ഡാഗർ നമുക്കറിയാം അത് മൈനസ് ഡി ബൈ ഡി എക്സ് ആണ്. സോ ദിസ് വിൽ ബി എന്തായിരിക്കും? ഐ ഡി ബൈ ഡി എക്സ് ആണ്. അപ്പോൾ ഐ ഡി ബൈ ഡി എക്സ് ഹോൾ ഡാഗർ ഈക്വൽ ടു ഐ ഡി ബൈ ഡി എക്സ് എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം ദിസ് ഐ ഡി ബൈ ഡി എക്സ് ഈസ് എ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. ഇതൊരു ഹെർമീഷ്യൻ ഓപ്പറേറ്ററാണ്. നൗ അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റം ഓപ്പറേറ്റർ, നമ്മൾ മൊമെൻറ്റം ഓപ്പറേറ്റർ എടുത്തു കഴിഞ്ഞാൽ അത് ഹെർമീഷ്യൻ ആയിരിക്കുമോ അല്ലയോ എന്നുള്ളതാണ്. മൊമെൻറ്റം ഓപ്പറേറ്റർ നമുക്കറിയാം. മൊമെൻറ്റം ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ഐ എച്ച് ബാർ ഡി ബൈ ഡി എക്സ് ആണ് മൊമെൻറ്റം ഓപ്പറേറ്റർ. ഓക്കെ, അപ്പം മൊമെൻറ്റം ഓപ്പറേറ്റർ ഹെർമീഷ്യൻ ആണോ എന്നറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? മൊമെൻറ്റം ഓപ്പറേറ്ററിൻ്റെ ഡാഗർ എടുക്കുക. എന്ന് വെച്ചാൽ മൈനസ് ഐ എച്ച് ബാർ ഡി ബൈ ഡി എക്സിൻ്റെ ഹോൾ ഡാഗർ എടുക്കുക. എന്ന് വെച്ചാൽ മൈനസ് ഐ എന്ന് പറയുന്നത് പ്ലസ് ഐ, എച്ച് ബാർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതുപോലെ തന്നെ ഇൻറ്റു ദിസ് ഡി ബൈ ഡി എക്സിൻ്റെ ഡാഗർ എന്ന് കിട്ടും. ഓക്കെ, ഡി ബൈ ഡി എക്സിൻ്റെ ഡാഗർ നമുക്കറിയാം മൈനസ് ഡി ബൈ ഡി എക്സ് ആണ്. സോ ദിസ് വിൽ ബി മൈനസ് ഐ എച്ച് ബാർ ഡി ബൈ ഡി എക്സ്. സോ നമുക്കിവിടെ പി ഡാഗർ എന്ന് പറയുന്നത് ഈക്വൽ ടു പി തന്നെയാണെന്ന് കിട്ടി. ദെർഫോർ മൊമെൻറ്റം ഓപ്പറേറ്റർ ഈസ് ഹെർമീഷ്യൻ. മൊമെൻറ്റം ഓപ്പറേറ്റർ ഒരു ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആണെന്ന് കിട്ടി.
ഓക്കെ. സോ നമ്മളിപ്പോൾ ഇന്ന് എന്താണ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ, അതുമായിട്ട് ബന്ധപ്പെട്ട ചില തിയറംസും അതേപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലംസുമാണ് ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.